ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിൽ എന്ന വാർത്ത ഇന്നലെ രാത്രിയാണ് പെരുന്നയിലെ വീട്ടിൽ നിന്ന് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. ഷഫീദ് റാവുത്തർ വിവരണം ചെയ്യുന്നു. ഷഫീദ്, നേരത്തെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ നോട്ടീസ് നൽകി വിട്ടയക്കൽ, ചോദ്യം ചെയ്യൽ, അറസ്റ്റിലേക്ക് എത്താൻ ദീർഘദിവസങ്ങളെന്ന് എന്നതിൽ നിന്ന് മാറി ഇന്നലെ രാത്രി കസ്റ്റഡി, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ്. ഷഫീദ്, വളരെ നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് SIT കടന്നിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാകുന്ന ആദ്യ ഉദ്യോഗസ്ഥൻ അത് മുരാരി ബാബു ആണ്. വളരെ പ്രധാനപ്പെട്ട നീക്കം. അതായത് 2019 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ, അതേപോലെ തന്നെ കട്ടിട പടിയിലെ പാളികളടക്കം കൊണ്ടുപോയ സംഭവത്തിൽ 2 കേസുകളിലും മുരാരി ബാബു അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അല്പസമയം മുൻപാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് SP ശശിധരൻ, അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP ശശിധരൻ നേരിട്ടെത്തി അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. പക്ഷേ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ റാന്നി കോടതിയിലേക്ക് മുരാരി ബാബുവിനെ ഹാജരാക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയിട്ടായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് പെരുന്നയിലെ വീട്ടിൽ നിന്നും മുരാരി ബാബുവിനെ SIT കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇന്നിപ്പോൾ കോടതിയിലേക്ക് പ്രോസിക്യൂട്ടർ അടക്കം സമയം അത് SIT ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വിവരം. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി എന്ന് SIT കരുതുന്ന ഒരാളാണ് മുരാരി ബാബു. മുരാരി ബാബു വിവാദങ്ങൾക്ക് പിന്നാലെ സസ്പെൻഷനിലാവുകയും ചെയ്തിരുന്നു. അതിൽ കുറ്റമായി ഇപ്പോൾ SIT വിലയിരുത്തുന്ന കാര്യം, ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് തകിടുകൾ 1998 തന്നെ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാമായിരുന്നിട്ടും 2019 വെറും ചെമ്പ് തകിടുകളെന്ന് എഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം സ്വർണം പൂശി കിട്ടുന്നതിന് വസ്തുതാവിരുദ്ധമായ ശുപാർശ ദേവസ്വം ബോർഡിന് നൽകി എന്നുള്ളതാണ് മുരാരി ബാബു ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈം. രണ്ടാമത്തേത്, ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണമെന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും 16/8/2024 ലഭിച്ച ഇമെയിലിന് ദ്വാരപാലക ശില്പങ്ങൾ അനുവദിക്കണമെന്ന് 2024 ബോർഡിലേക്ക് വീണ്ടും നിയമവിരുദ്ധമായി ശുപാർശ നൽകി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ദേവസ്വം ബോർഡിന് പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്ന ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങളിലും ഈ മുരാരി ബാബുവിന്റെ പങ്ക് സംശയിച്ച അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. 2019 നിയമവിരുദ്ധമായി വ്യാജരേഖകളടക്കം ഉണ്ടാക്കി. മാത്രമല്ല, സ്മാർട്ട് ക്രിയേഷൻസിന് ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ വ്യാജരേഖകൾ ഉണ്ടാക്കി അതിന് അനുമതി നൽകിയെന്നൊക്കെയുള്ള കുറ്റങ്ങളാണ് മുരാരി ബാബുവിനെതിരെ ഇപ്പോൾ പറയുന്ന കാര്യം. 2024 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് വിട്ടു നൽകാൻ വേണ്ടി ഇടപെടലുകൾ മുരാരി ബാബു നടത്തിയിരുന്ന ദേവസ്വം രേഖകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ കേസിലെ രണ്ടാമത്തെ അറസ്റ്റ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം രണ്ടാമത്തെ അറസ്റ്റ് അത് മുരാരി ബാബു ആവുകയാണ്. മുരാരി ബാബുവിനെ അന്ന്, അതായത് ഈ 2019 ഈ സ്വർണ്ണപ്പാളികൾ ആദ്യമായി കൈമാറുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു പിന്നീട് അദ്ദേഹം ദേവസ്വത്തിൽ തന്നെ ജോലി തുടരവേ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ SIT മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുരാരി ബാബു അറസ്റ്റ് എന്നുള്ളതാണ്. മുരാരി ബാബുവിനോട് ഒരുപാട് ചോദ്യങ്ങൾ SITക്ക് ചോദിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും ഒടുവിൽ ഇതൊക്കെ കയ്യോടെ പിടിക്കപ്പെടുമ്പോഴും വ്യാജങ്ങൾ തന്നെ പറയുകയായിരുന്നു മുരാരി ബാബു. യഥാർത്ഥത്തിൽ ആ സ്വർണ്ണത്തിന്റെ കളർ മാറി അവിടെ ചെമ്പ് തെളിഞ്ഞു. ഒരു ചെമ്പും തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്വർണ്ണം നല്ല ഒന്നാം തരം സ്വർണ്ണമായി തന്നെ നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഏതാനും മാസം മുമ്പുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ്. ചെമ്പ് തെളിഞ്ഞു എന്ന് പറഞ്ഞു, ആദ്യം പറഞ്ഞു, പിന്നീട് പറഞ്ഞു അതിനെ അവിടെ പരമ്പരാഗതമായ എന്തോ ചെമ്പ് പാളിയെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ചെമ്പെന്ന് പറഞ്ഞാണ്. പക്ഷേ 2024 ഉത്തരവ് നോക്കുമ്പോഴേക്കും വളരെ ഭംഗിയായി തന്നെ സ്വർണ്ണം പൂശിയ ചെമ്പ് എന്ന് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ചെമ്പെന്ന് പറയുന്നതല്ല. അങ്ങനെ കുറേയധികം ചോദ്യങ്ങൾ. എന്തിനു വേണ്ടിയാണ് വിജയമല്യ സ്വർണം പൊതിഞ്ഞു കൊടുത്ത ദ്വാരപാലക പാളികൾ ചെമ്പ് തകടാക്കി മാറ്റിയത്? ആർക്കു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ആരുടെയെങ്കിലും നിർദ്ദേശം അതിലുണ്ടോ? അത് കഴിഞ്ഞ് അതിനെ ന്യായീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിന് നിർദ്ദേശം ആരുടെയുണ്ടോ? തുടങ്ങിയ കുറേ അധികം ചോദ്യങ്ങൾ SITക്ക് ആ വിഷയത്തിൽ മുരാരി ബാബുവിനോട് ചോദിക്കാനുണ്ട്. മുരാരി ബാബു ദേവസ്വം ബോർഡിലേക്ക് അറസ്റ്റ് എത്തുന്നു, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് അറസ്റ്റ് എത്തുന്നു എന്ന പ്രത്യേകത കൂടി മുരാരി ബാബുവിൻ്റെ അറസ്റ്റിലുണ്ട്. SIT വളരെ വേഗം അന്വേഷണം മുന്നോട്ടേക്ക് പോകുന്നു. ഇന്നലെ മെനിഞ്ഞാന്ന് ഹൈക്കോടതിയുടെ വീണ്ടും ഇടക്കാല ഉത്തരവ് ഇറങ്ങി. ഇടക്കാല ഉത്തരവിൽ അതിശക്തമായ പരാമർശമാണ്. അത് ഒരുപക്ഷെ SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി പരിശോധിച്ചത് അടച്ചിട്ട മുറിയിലാണെങ്കിലും അടച്ചിട്ട മുറിയിൽ നടന്ന വ്യവഹാരങ്ങളെപ്പറ്റി നമുക്കറിവില്ലെങ്കിലും പുറത്തു വന്ന ഇടക്കാല ഉത്തരവ് അങ്ങേയറ്റം മാരക പ്രഹരശേഷിയുള്ള ഉത്തരവാണ്. ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ പേര് നേർക്കുന്നവർ പറയുന്നില്ലെങ്കിലും ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എന്ന് എടുത്തു പറയുന്ന അടക്കം PS പ്രശാന്തിനെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എടുത്തു പറയുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആ ഉത്തരവിലുണ്ട് താനും. ഷഫീദ് റാവുത്തർ തുടർന്നു. ഷഫീദ്, മുരാരിയോട് SITക്ക് ചോദിക്കാൻ ഒരു പിടിക്കാര്യങ്ങളുണ്ട്. ഹാഷ്മി, ഉറപ്പായിട്ടും. കാരണം ഈ രേഖകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി നൽകിയത്, നിയമവിരുദ്ധമായി നൽകിയതടക്കമുള്ള കാര്യങ്ങളിൽ മുരാരി ബാബു സംശയത്തിലാണ്. മാത്രവുമല്ല, മുരാരി ബാബുവിന് അതടക്കമുള്ള കാര്യങ്ങളിൽ മറുപടി പറയേണ്ടി വരും. ഹാഷ്മി, ഇക്കാര്യത്തിൽ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ മുരാരി ബാബു ചെയ്ത വീഴ്ചയായി ദേവസ്വം വിജിലൻസ് മാർക്ക് ചെയ്ത 2 കാര്യങ്ങൾ അത് ഞാനൊന്ന് വായിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെ, അതായത് 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന, നിലവിൽ അദ്ദേഹം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറായിരുന്നു, ഹരിപ്പാട്. അദ്ദേഹത്തെ അതിനുശേഷം സസ്പെൻഡ് ചെയ്തു. അതിൽ അദ്ദേഹം ചെയ്ത 2 പ്രധാനപ്പെട്ട വീഴ്ചകൾ ഇതാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് തകിടുകൾ
1998 തന്നെ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാമായിരുന്നിട്ടും 2019 വെറും ചെമ്പ് തകരുകൾ എന്ന് എഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം സ്വർണം പൂശി കിട്ടുന്നതിന് വസ്തുതാവിരുദ്ധമായ ശുപാർശ ബോർഡിലേക്ക് നൽകിയെന്നുള്ളത് ഒന്നാമത്തെ വീഴ്ച. രണ്ടാമത്തെ വീഴ്ച, ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണമെന്ന ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും 16/8/2024 ലഭിച്ച ഇമെയിലിന് ദ്വാരപാലക ശില്പങ്ങൾ അനുവദിക്കണമെന്ന് 2024 ബോർഡിലേക്ക് വീണ്ടും നിയമവിരുദ്ധമായ ശുപാർശ നൽകി. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തുവിടാനുള്ള നീക്കം നടത്തിയെന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട വീഴ്ചകൾ അത് ഈ മുരാരി ബാബുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. മാത്രമല്ല ഈ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയിലെ ആദ്യ പേരുകാരൻ മുരാരി ബാബുവാണ്. അത് കേവലം 2019 തന്ത്രിയുടെ കത്തിൽ നിന്ന് തുടങ്ങി 2024 ഏറ്റവും അവസാനം തിരുവാഭരണ കമ്മീഷണറുടെ കത്ത്, 2025 കഴിഞ്ഞ മാസം വന്ന തിരുവാഭരണ കമ്മീഷണർ വരെയുള്ള നീക്കങ്ങൾക്ക് വഴിവെച്ചത് മുരാരി ബാബുവിന്റെ രേഖകൾ അല്ലെങ്കിൽ മുരാരി ബാബു ഒപ്പിട്ട് നൽകിയ രേഖകളാണെന്നുള്ള കാര്യം ഉറപ്പ്. രണ്ടാമത്തേത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കഴിഞ്ഞ ദിവസത്തെ SIT ചോദ്യം ചെയ്യലിൽ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു പടി കൂടി കടന്ന് അദ്ദേഹം ഈ തട്ടിയെടുത്ത സ്വർണ്ണത്തിന്റെ ഒരു ഷെയർ ഇവർക്കൊക്കെ നൽകിയെന്നൊക്കെയുള്ള മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മുരാരി ബാബുവിന്റെ കസ്റ്റഡിയും അറസ്റ്റും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതിന് രണ്ടാം ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം അത് മാറ്റിവെച്ചു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇനിയും പലതരത്തിലുള്ള പേരുകൾ, ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിപട്ടികയിലുണ്ട്. അവരുടെ അടക്കം കസ്റ്റഡിയും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും രണ്ടാമത്തെ അറസ്റ്റാണ്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാമത്തെ പേരുകാരൻ, രണ്ടാം പേരുകാരൻ മുരാരി ബാബു. അതായത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ തന്നെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ രണ്ടാം പേരുകാരൻ മുരാരി ബാബു ആണ്. ഈ ഉദ്യോഗസ്ഥരെ അടക്കം ചേർത്ത് നിർത്തിയ ഒരു ഗൂഢാലോചന നടത്തിയത് മുരാരി ബാബു ആണെന്നുള്ള കണ്ടെത്തൽ SITക്കുമുണ്ട്. അപ്പോൾ അതിനിർണായകമായിട്ടുള്ള അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു. ഇനി റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോകും, കോടതിയിൽ ഹാജരാക്കും, കസ്റ്റഡിയിൽ വാങ്ങും. വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ രണ്ടു കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബുവിനെതിരെ അടക്കം വളരെ കൃത്യമായിട്ടുള്ള ചില മൊഴികൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ. അത് SIT സംഘം അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം കൂടിയാണ് ചില രേഖകളടക്കം പരിശോധിച്ചത്. കേവലം സാങ്കേതികമായ എറർ അല്ലെങ്കിൽ ടെക്നിക്കൽ എറർ, അതല്ലെങ്കിൽ ഈ കൊള്ളയ്ക്ക് രേഖകൾ ചമച്ച് സഹായിച്ചു എന്നത് മാത്രവുമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി SITക്ക് ഇപ്പോൾ വിവരമായി കിട്ടിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശ്വാസത്തിന്റെ ഭാഗമായി ഈ സ്വർണം തട്ടിയെടുത്ത ശേഷം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ പാളികൾ അത് വിശ്വാസത്തിന്റെ ഭാഗമായി മറിച്ച് കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംശയമായി SIT സംഘത്തിന് മുൻപിലുണ്ട്. ഏതായാലും അതടക്കം അവരുടെ സംശയം അവരുടെ ഫസ്റ്റ് ഫേസ് റിപ്പോർട്ട് കോടതിക്ക് മുൻപിലാണ്. ആ കോടതിക്ക് മുൻപിലുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അവിടെയൊക്കെ മുരാരി ബാബുവിന്റെ പങ്ക് എന്ത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരുത്തണം. ഏതായാലും അറസ്റ്റിലേക്ക് മുരാരി ബാബുവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആഷ്മി, ഷഫീദ്, അപ്പോൾ ഈ ബോർഡിന് പുറത്തായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ബോർഡ് സംവിധാനത്തിന്റെ അകത്തായിരുന്ന ഈ മുരാരി ബാബുവിന്റെ അറസ്റ്റിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ്. ഈ അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്ത് നേരത്തെ വിട്ടയച്ചിരുന്നുവല്ലോ, അതിനുശേഷം വീണ്ടും വിളിപ്പിക്കുമെന്നായിരുന്നുവല്ലോ പുറത്തു വന്ന വിവരം. അപ്പോൾ ഇനി അത്തരം നീക്കങ്ങളിലേക്ക് കൂടി ഇതിന് പിന്നാലെ കടക്കാനാണോ SITയുടെ തീരുമാനം, ഷഫീദ്? ഉന്മേഷ, ഉറപ്പായിട്ടും. കാരണം ഒന്നാം ഘട്ടത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ, അനന്ത സുബ്രഹ്മണ്യം അടക്കമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണം എത്തി നിൽക്കുന്നത് കേവലം അവരെ കേന്ദ്രീകരിച്ചല്ല, മറിച്ച് ഉദ്യോഗസ്ഥ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിലാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ ഈ SIT ഒരു ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, കേവലം സ്വർണ്ണപ്പാളിയോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ല, 2019 മുതൽ അല്ലെങ്കിൽ അതിന് മുൻപ് മുതൽ 2024 വരെയുള്ള കാലയളവിൽ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അതല്ലെങ്കിൽ മറ്റ് കൊള്ളകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം എന്നുള്ളൊരു കർശന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഇതിലൂടെ അടിസ്ഥാനത്തിലാണ് ഈ കോൺസ്പിറസി എന്ന് സംബന്ധിച്ച് ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള നീക്കങ്ങൾ അത് അന്വേഷിക്കാൻ അതിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ കടക്കുമ്പോൾ അതിനകത്ത് വളരെയേറെ പ്രസക്തമായിട്ടുള്ള പല ചോദ്യങ്ങളുമുണ്ട്. അതിൽ മുരാരി ബാബുവിന്റെ അറസ്റ്റ് മാത്രമേ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഈ രേഖകൾ തിരുത്തിയ, കൃത്യമായി പറഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ വിട്ടുകൊടുക്കാൻ ഈ ദേവസ്വം ബോർഡ് വിട്ടുകൊടുക്കരുതെന്നുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തെ മറികടന്ന് അതിൽ വിട്ടുകൊടുക്കാനുള്ള അനുമതി കൊടുത്ത ദേവസ്വം സെക്രട്ടറി ജയശ്രീ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പ്രതിപട്ടികയിലുണ്ട്. അവർ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അവരടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്ന അടുത്ത ഘട്ട നടപടികളിലേക്ക് ഇക്കാര്യം കടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മുരാരി ബാബുവിന്റെ അറസ്റ്റ് അതിന്റെ ഫസ്റ്റ് ഫേസ് ആണ്. സെക്കൻഡ് ഫേസ് എന്ന നിലയിൽ മറ്റുദ്യോഗസ്ഥരെ കൂടി ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ടി വരും. പ്രതിപട്ടികയിൽ പേരുള്ള മറ്റുദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം ഉടൻ SIT കടക്കുന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് പെരുന്നയിലെ വീട്ടിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷമുള്ള രണ്ടാമത്തെ അറസ്റ്റിലേക്ക് കടക്കുന്ന മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ശേഷം അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ റാന്നി കോടതിയടക്കം അദ്ദേഹത്തെ ഹാജരാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പക്ഷേ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ അങ്ങനെയുള്ള നീക്കത്തിലേക്ക് കടക്കും. ഏതായാലും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, കേവലം അത് സ്വർണ്ണപ്പാളിയോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമല്ല, ശബരിമലയിലെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം വേണമെന്ന ആ നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ആ കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ട നീക്കത്തിലേക്ക് ഇപ്പോൾ SIT കടന്നിരിക്കുന്നു. ഷഫീദ്, ഇനി മറ്റുദ്യോഗസ്ഥരിലേക്ക്, പ്രതിപട്ടികയിലുള്ള മറ്റുദ്യോഗസ്ഥരിലേക്ക് എപ്പോൾ ഇനി എന്തൊക്കെ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് ഷഫീദ്?
അതിൽ സുപ്രധാനമായിട്ടുള്ള പല നീക്കങ്ങൾക്കും ഇപ്പോൾ അന്വേഷണ സംഘം അവരുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാന. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കടത്തിയ കേസിലെ രണ്ടാം പ്രതി മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ഇന്നലെ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.